അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് വൻപയർ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വൻപയർ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ്സിൽ ഈ വൻപയർ അളന്നിട്ട് എടുക്കുക. വൻപയറിൻ്റെ നിറമൊക്കെ മാറി നല്ലൊരു മണം വരും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞങ്ങൾ വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിൻ്റെ ചൂട് മാറിയിട്ട് നല്ലതുപോലെ അതൊന്ന് കഴുകിയെടുക്കണം. ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് മാങ്ങയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് മാങ്ങ എടുത്താൽ മതിയാകും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കാം. തൊലി മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. തൊലി മാറ്റാതെയും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ തൊലി മാറ്റിയിട്ട് കുറച്ച് വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാങ്ങയുടെ തൊലി മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് വലുപ്പത്തിലാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കഴുകി വൃത്തിയാക്കി എടുത്ത പയർ ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി പയർ വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കുതിർത്തിട്ടല്ലോ ഈ പയർ വേവിക്കാൻ വെക്കുന്നത്, കുതിർക്കാതെ അല്ലേ വേവിക്കാൻ വെക്കുന്നത്. അപ്പം വേവാൻ കുറച്ച് സമയം എടുക്കും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കർ മൂടി വെച്ച് ഒരു 4-5 വിസിൽ കേൾക്കുന്നിടം വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ആവിയെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വെന്ത് വരണം നല്ലതുപോലെ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കശ്മീരി മുളക് പൊടിയാണ്. അപ്പൊ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളിക്കനുസരിച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ വേണം ചേർത്ത് കൊടുക്കാൻ. ഈ മാങ്ങ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് 2ആയിട്ട് മുറിച്ചതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പം മാങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല. മാങ്ങയുടെ കഷ്ണങ്ങൾ അങ്ങനെ തന്നെ കിടക്കണം. എന്നാൽ വെന്ത് കിട്ടുകയും വേണം. പയർ മാത്രം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ മാങ്ങയെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അരപ്പും കൂടി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പയർ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 3-4 ചെറിയ ഉള്ളി റൗണ്ടായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി മൂത്ത് ഒരു ബ്രൗൺ നിറമാവണം. ഉള്ളിയൊക്കെ മൂത്ത് ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആ പുളിയും എരിവും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം, ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഈ വൻപയറും പച്ചമാങ്ങയും വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്